السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഒരുപാട് പ്രവാചകന്മാരും മറ്റെല്ലാ അമ്പിയാക്കളും ആഗ്രഹിച്ചിരുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന ഒരു കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. എന്നാൽ അവർക്കാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനു പകരമായി അള്ളാഹുവിന് നന്ദി ചെയ്യൽ, അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ, അത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നാം വർഷം തോറും ഇന്ന് ലോകത്താകമാനം, ലോകത്തിന്റെ നാനാഭാഗത്തും മൗലിദ് കർമ്മങ്ങളും ദാനധർമാദികളും ആചാരാനുഷ്ഠാനങ്ങളും മൗലിദ് കർമ്മങ്ങളും എല്ലാം നടന്നു വരുന്നത്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, മുസ്ലിം ജനതയ്ക്കുള്ളിൽ തന്നെ ഇതേ എതിർക്കുന്ന ഒരു വിഭാഗം, വിദായികൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം മൗലിദ് കർമ്മത്തെയും നബിദിനാഘോഷത്തെയും എതിർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ ദുഃഖകരമാണ്. മൗലിദ് കർമ്മം സുന്നത്താണോ അതോ ബിദ്അത്താണോ എന്ന അവരുടെ ചോദ്യം തന്നെ അവരുടെ ജഹാലത്തിന്റെ തുറന്ന പ്രഖ്യാപനമാണ്. കാരണം ഇബാദത്തുകളിൽ മറ്റും കടന്നു വരുന്ന അനാചാരങ്ങൾ എതിർക്കുന്നതിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അവലംബിക്കുന്ന ഒരു കിതാബാണ് കിതാബുൽ ബഅീസ് അലാ ഇൻകാരി ബിദ്അ വൽ ഹവാദിസ് എന്ന് പറയുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ഗുരുനാഥൻ കൂടിയായ ഇമാം അബൂ ശമാ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്. ഈ കിതാബിൽ ഇമാം അബൂ ശമാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുതുതായി ഉണ്ടായ ആചാരങ്ങളിൽ ഏറ്റവും നല്ല ആചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇർബിൽ പട്ടണത്തിൽ നടന്നു വരുന്ന ദാനധർമാദികളും ആചാരാനുഷ്ഠാനങ്ങളും ഭക്ഷണ വിതരണവും എല്ലാം എന്ന്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻഗാമികളായ മഹാന്മാർ ഇതിനെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഇത്ര വിപുലമായ രീതിയിൽ മൗലിദ് കർമ്മം നടത്താൻ, ഇതുപോലെ ഇത്ര വിപുലമായ പരിപാടി നടത്താൻ തുടക്കം കുറിച്ചത് മഹാനായ മുളഫറുദ്ദീൻ രാജാവായിരുന്നു. അദ്ദേഹം നീതിമാനമായ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് ഇത്ര വിപുലമായ രീതിയിൽ മൗലിദ് കർമ്മവും നബിദിനാഘോഷം നടത്താൻ തുടക്കം കുറിച്ചത്. അദ്ദേഹം റബീഉൽ അവ്വൽ 12 സമയത്ത് ഒരു വലിയ സദസ്സ് സംഘടിപ്പിക്കുകയും അതിൽ ആലിമീങ്ങളും ഫുഖഹാക്കളും മുഫസ്സിരീങ്ങളും അതുപോലെ സൂഫിയാക്കളും ഔലിയാക്കളും എല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ സദസ്സ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു, പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ഒരു പ്രാവശ്യം ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു, സഹാബിയായ ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ഇതിൽ പങ്കെടുക്കുകയും അതിന് പകരമായിട്ട് അതിനെ സന്തോഷാക്കിയതാൽ മുളഫറുദ്ദീൻ രാജാവിന് തൻവീർ ഫി മൗലിദി ബഷീർ നദീർ എന്ന് പറയുന്ന ഒരു മൗലിദ് ഗ്രന്ഥം രചിച്ചു കൊടുക്കുകയും അതിന്റെ പ്രതിഫലമായിട്ട് 1000 ദീനാർ രാജാവ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, മതനിഷ്ഠയുള്ള, മതത്തിൽ അനുധാവനം ചെയ്യാവുന്ന പണ്ഡിതന്മാരും മുൻഗാമികളായ മഹാന്മാരും എല്ലാം ഇത് അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ഈ മൗലിദ് കർമ്മവും നബിദിനാഘോഷവും നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഫാഖിഹാനി റളിയല്ലാഹു അൻഹു ഈ മൗലിദ് കർമ്മത്തിനെതിരെ, നബിദിനാഘോഷത്തിനെതിരെ ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു മതത്തിൽ അനുധാവനം ചെയ്യാവുന്ന പണ്ഡിതന്മാരും മുൻഗാമികളായ പണ്ഡിതന്മാരൊന്നും ഇതുപോലെയുള്ള നബിദിനാഘോഷം ആഘോഷിച്ചിരുന്നില്ല എന്നുള്ളത്, അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത്. അതിനുള്ള തെളിവാണ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മിർആത്തുസ് സമാൻ എന്ന കിതാബിലൂടെ ഇമാം ശംസുദ്ദീൻ യൂസുഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ മുളഫറുദ്ദീൻ രാജാവിന്റെ പരിപാടിയെ, ഈ നബിദിനാഘോഷ സദസ്സിനെ അദ്ദേഹം പുകഴ്ത്തി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സിയറു അഅ്ലാമുൻ നിബല എന്ന കിതാബിലൂടെ അൽ ഹാഫിദ് ദഹബി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും മുളഫറുദ്ദീൻ രാജാവിന്റെ ഈ ഒരു നബിദിനാഘോഷ സദസ്സിനെ പുകഴ്ത്തി പറയുകയും അവർ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിന്റെ മുന്നോട്ട് നോക്കിയാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന എന്ന്. മൻ അൻഫഖ ദിർഹമൻ, ആരെങ്കിലും ഒരു ദിർഹം ചെലവഴിച്ചാൽ അലാ ഖിറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നതിൽ ആരെങ്കിലും ഒരു ദിർഹമെങ്കിലും ചെലവഴിച്ചാൽ
കാന റഫീഖി ഫിൽ ജന്ന, അവർ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായിരിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കർമ്മം അവർ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഫാത്തിഹ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വാദമാണ്, ഖുർആനിലോ സുന്നത്തിലോ ഈ മൗലിദ് കർമ്മത്തിന് അല്ലെങ്കിൽ നബിദിനാഘോഷത്തിന് അടിസ്ഥാനപരമായിട്ട് തെളിവുകളില്ല എന്നുള്ളത്. അതിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ വാദങ്ങളെല്ലാം ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖണ്ഡിക്കുന്നത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അതിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജൂതന്മാർ അരികിൽ നടന്നു പോകുമ്പോ മുഹറം 10 ജൂതന്മാർ വ്രതമനുഷ്ഠിക്കുന്നതായിട്ട് നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജൂതന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ മുഹറം 10 ദിവസത്തിൽ നിങ്ങൾ എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജൂതന്മാർ പറയുന്നുണ്ട്, മൂസാ നബി ഞങ്ങളുടെ നേതാവായ മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചത് ഈ മുഹറം 10 അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അതിന്റെ സന്തോഷാക്കിത്താനാണ് ഞങ്ങൾ ഈ മുഹറം 10 വ്രതമനുഷ്ഠിക്കുന്നത് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൂസാ നബിക്ക് നിങ്ങളെക്കാൾ അടുത്തവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ മുഹറം 10 അതുപോലെ തന്നെ അവർക്ക് ജൂതന്മാർക്ക് എതിരാൻ വേണ്ടിയിട്ട് മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരുന്ന ഒരു അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് നമ്മുടെ മേൽ സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ ആ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള മൗലിദ് കർമ്മങ്ങളും നബിദിനാഘോഷമെല്ലാം നാം നടത്തുന്നത്. തങ്ങളുടെ മേൽ മദ്ഹുകൾ പാരായണം ചെയ്യുക, മദ്ഹുകൾ ഓതുക, മദ്ഹുഗാനങ്ങൾ അവതരിപ്പിക്കുക, ദഫ്മുട്ടുകൾ ചെയ്യുക, ഇതെല്ലാം അള്ളാഹു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അപ്പോ മറ്റൊരു അടയാളം സുന്നത്തിലുള്ള അടിസ്ഥാനമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന് പുറമെ ഞാനും ഒരു അടിസ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖണ്ഡിക്കുന്നുണ്ട്. അടിസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചക ലബ്ധിക്കു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾക്ക് വേണ്ടി തന്നെ അഖീഖ അറുക്കുകയുണ്ടായി എന്നുള്ളത്. അഖീഖ എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്ന ഒരു കർമ്മമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് നബി തങ്ങളുടെ പിതാമഹന്മാർ നബി തങ്ങൾക്ക് വേണ്ടി അഖീഖ അറുത്തതാണ്. അതിനു പുറമെ നബി തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തങ്ങൾക്ക് വേണ്ടി അഖീഖ അറുക്കുകയുണ്ടായി എന്നുള്ളത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, മുൻഗാമികളായ മഹാന്മാരായ മശായിഖന്മാരായ പണ്ഡിതന്മാരെ ഇതുപോലെയുള്ള കർമ്മങ്ങളെ മൗലിദ് കർമ്മങ്ങളെ നബിദിനാഘോഷത്തെ എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. അതൊരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ അത്തുസമാൻ കിതാബ്, അതുപോലെ സീർ അലാമുൻ നബില കിതാബ്, അല്ലാമ ഇബ്നു കസീർ, അതുപോലെ തന്നെ കിതാബുൽ ബായിസ് അലാ ഇൻകാരി ബിദഅ വൽ ഹവാദിസ്, അതുപോലെ തന്നെ അത്തൻവീർ ഫി മൗലിദ്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കിതാബുകളാണ്. ഈ കിതാബുകളെല്ലാം ഇതിന് തെളിവുകളാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്കു തന്നെ നബി തങ്ങളുടെ ജന്മദിനം നബി തങ്ങൾ തന്നെ ആഘോഷിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് അതിന് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ അഖീഖയുടെ കാര്യം. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ തന്നെ ചെയ്തതാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി തങ്ങളുടെ മൗലിദിന്റെ മേൽ ആരെങ്കിലും ചെലവഴിച്ചെന്നല്ല, മൗലിദ് കർമ്മവും അന്നു മുതലേ നിർവഹിച്ചു പോന്നിരുന്നു എന്നെല്ലാം നമുക്ക് ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനെ എതിർക്കുന്നവർ അവരുടെ ജഹാലത്ത് അവർ തുറന്നു കാണിക്കുകയാണെന്നാണ് നമുക്കെല്ലാം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പൊ സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.